ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടിരിക്കുന്ന പേഴ്സണ് നിങ്ങളോട് എന്താ പറയാനുള്ളത്, അവരുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണോ അവർ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, സോ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയുള്ള തോട്ട്സ് ആണ് കൂടുതലും അവരുടെ മൈൻഡിൽ. ഓക്കെ, സോ നൈറ്റ് ഓഫ് സോട്ട്സ്, നിങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഭയങ്കര ലിമിറ്റഡ് ആണ്. പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് വരും, ബിക്കോസ് ദേ ലൈക്ക് യു. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തന്നെ നോക്കും. ഓക്കെ, ടു ഓഫ് ഫോൺസ്. ഇവിടെ ഞാൻ കാണുന്നത് വെച്ചാൽ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആണ്. ഒരു രീതിയിലും ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്ഷൻ രണ്ടുപേരും ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷെ ഇതിൽ നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ല എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്ത് ഇത് മാറ്റിയെടുക്കണോ, ഈ ഒരു സിറ്റുവേഷൻ മാറ്റണോ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. രണ്ടുപേരും ഇതിൽ ഒരു മൂവ്മെന്റും ഒരു ചേഞ്ചും എടുക്കുന്നില്ല. ഓക്കെ, സോ ഫോർ ഓഫ് പെൻറ്റക്കിൾസ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇയാൾ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ അതിന് ഒരുപാട് സമയം എടുക്കും. ഇതൊരു നിയർ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. കുറച്ച് സമയം എടുത്ത് അവർ പ്ലാൻ ചെയ്തായിരിക്കും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അവർ തിരക്കുന്നുണ്ട്, ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ വർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസായിട്ടോ മുന്നോട്ട് പോകുന്നത് അവർക്ക് ശരിക്കും അത് അവരെ ട്രിഗർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ മറന്നോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ മറന്ന് മൂവ് ഓൺ ചെയ്യുവാണോ എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. സോ ഇത് എന്തായാലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. പക്ഷെ അവർ ഒരുപാട് തോട്ടും തിങ്കിങ്ങും ഇതെങ്ങനെ വർക്ക് ചെയ്യാം എന്നവർ ഒരുപാട് ആലോചിച്ച് മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എടുക്കത്തുള്ളൂ. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു പുനർജന്മം ഉണ്ടാകുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എല്ലാം കാര്യത്തിനും ഒരു റീബർത്ത്. പണ്ട് നടന്നത് എല്ലാം തെറ്റുകളും എല്ലാം മറന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് ഇതൊരു റീബർത്ത് ഉണ്ടാവുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, 6 of Pentacles റിവേഴ്സ്ഡ് ആൻഡ് 3 of Pentacles റിവേഴ്സ്ഡ്. അപ്പം ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്ന സെയിം കാര്യമാണ്. അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും ആൻഡ് അവർ നിങ്ങളെ എങ്ങനെയും ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ നീഡ്സ് മീറ്റ് ചെയ്യാത്ത ഒരാൾ എങ്ങനെ അവർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകും, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അപ്പം എനിക്കിവിടെ കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസും സ്പേസും വന്നപ്പം നിങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ എനർജി ഒന്നും അവർക്ക് കിട്ടാതായി. ഓക്കെ, സോ കിട്ടാതായപ്പം അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ സമയത്താണ് നിങ്ങളുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത്. ബിക്കോസ് നിങ്ങൾ അടുത്തുണ്ടായിരുന്ന സമയത്ത്, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കോണ്ടാക്റ്റിലിരുന്ന സമയത്ത് നിങ്ങളുടെ എനർജി അവർക്ക് നല്ലപോലെ കിട്ടുമെന്നുണ്ടായിരുന്നു. ആ ഒരു എനർജി അവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്നിരുന്നു. ഓക്കെ, സോ അതിനൊരു കോണ്ടാക്റ്റിൽ ഇരുന്ന സമയത്ത് ദർ വാസ് നോ ലിമിറ്റ്. അവർക്ക് നിങ്ങളെ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും സംസാരിക്കാം. അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ നോ കോണ്ടാക്റ്റിൽ നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം എനിക്കിവിടെ കാണാൻ കഴിയുന്നതും, നിങ്ങൾ പക്ഷെ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഈ ഒരു ഓർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അത് അവരുടെ തോട്ട്സിനെ അത് ബാധിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ ആ ഒരു എനർജി വേറെ രീതിയിലൊന്നും അവരെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ആ തോട്ട് വഴി അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരാളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചാൽ നിങ്ങളുടെ അവർ ഡ്രീമിൽ കാണും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമെന്നാണ്. സോ ഞാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സ് ഇവിടെ തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫ്യൂച്ചറിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ നിർത്താം. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അങ്ങനെ ആ തോട്ട് പ്രോസസ്സിൻ്റെ എനർജി പോലും അവർക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഫുൾ എനർജി അവർക്ക് നഷ്ടപ്പെടുമ്പം മാത്രമാണ് ഇതിനെന്താണ് ഒരു വഴി കണ്ടെത്തുക. നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വഴി എങ്ങനെയാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ കണ്ടെത്തുന്നത് ആ സമയത്തായിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പം എനിക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. പിന്നെ പൊതുവെ ഇവർക്ക് ഒരുപാട് ഗുഡ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അതുകൊണ്ട് നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ കൊടുത്ത സപ്പോർട്ട് ഒക്കെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷമങ്ങളും എന്തെങ്കിലും പ്രയാസങ്ങളും അവരുടെ ലൈഫിൽ വരുമ്പം അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ
ഈ ഒരു നിങ്ങളോട് ഷെയർ ചെയ്യായിരുന്നു എന്നൊക്കെ അവർ നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളൊരു പാർട്ട് ഓഫ് ദ ലൈഫാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കണമെന്ന് ഇപ്പം അവർ ആഗ്രഹിക്കുന്നത്. നേരത്തെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പം ഇത്രയും ആഗ്രഹിച്ചു, ഇത്രയും അവരുടെ മനസ്സിൽ പോലും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം അവർക്ക് നിങ്ങളുടെ വില അറിയുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ആരായാലും നമ്മൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളായിട്ട് പെട്ടെന്ന് എല്ലാം മാറുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് അവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്തപ്പോൾ ഒരു വോയിഡ് സ്പേസിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾക്കും നോക്കുമ്പം കാണാം അവരുടെ സിറ്റുവേഷൻ മീൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കാണാതിരിക്കും അവർ പല സ്ഥലത്ത് പോകുന്നു, ഫോട്ടോസ് ഇടുന്നു, അവർ ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ സത്യത്തിൽ അവർ ഹാപ്പി ആയിരിക്കില്ല. ഈ വോയിഡ് ഒന്ന് മാറ്റാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കാം. ഓക്കെ ഓക്കെ ജഡ്ജ്മെന്റ്, റിസോൾവിങ്. ഓക്കെ, സോ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ അവർ ഈ സിറ്റുവേഷൻ റിസോൾവ് ചെയ്ത് ഈ ഒരു എന്താണ് നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ അവർ നോക്കും. സോൾവ് ചെയ്തായിരിക്കും അവർ മുന്നോട്ട് വരിക. ഞാൻ പറഞ്ഞ പോലെ അവർ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. അതുപോലെ തന്നെ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു കോണ്ടാക്ട് സിറ്റുവേഷൻ ഇല്ലാത്തപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം അവരുടെ അടുത്ത് വന്ന് ഒരുപാട് അഡ്വൈസസും ഒരുപാട് കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. മെയിൻലി നിങ്ങളായിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതേപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് അവരുടെ ഫ്രണ്ട്സ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്സിൻ്റെ അഡ്വൈസും എല്ലാം കൂടി ഇവരുടെ മനസ്സ് മൊത്തവും എന്താ പറയുക, ഞാനിപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യണോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട, അങ്ങനെ ഒരു ബാറ്റിലാണ് എന്ത് ചെയ്യണം. ആദ്യം അവർക്ക് തോന്നും ഓക്കെ ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളെ, പക്ഷെ പിന്നീട് ഫ്രണ്ട്സ് വന്ന ഒരു അഡ്വൈസ് പറയുമ്പോൾ വേണ്ട കോണ്ടാക്ട് ചെയ്യേണ്ട, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഈ ഒരു അവരുടെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ കടന്നു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഫ്രണ്ട്സൊക്കെ കാരണം കൊണ്ടും നിങ്ങളുടെ വില അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് അവർക്ക് പല സിറ്റുവേഷനിൽ തോന്നിയത് ഈ ഫ്രണ്ട്സ് എല്ലാം വളരെ നല്ലതാണ്, നല്ല ആൾക്കാരാണ് എന്നൊക്കെയാണ് അവർക്ക് തോന്നിയത്. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ പോയപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവരൊന്നും റിയൽ ഫ്രണ്ട്സ് അല്ല, ഇവരുടെ അഡ്വൈസസ് ഒന്നും കേൾക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവർക്കിപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങളിപ്പം അവർക്ക് മനസ്സിലായി നിങ്ങളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് നല്ല അഡ്വൈസ് തന്ന അവരെ നല്ല നേർവഴിക്ക് കൊണ്ട് നടത്തേനെ. അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവര്. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ ഫോൾട്ട് അല്ല. യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്തും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിലും ഫോക്കസ് ചെയ്യാം. ബിക്കോസ് ഇത് നിങ്ങളുടെ ഫോൾട്ടേ അല്ല. സോ ബാക്കി കാര്യങ്ങൾ നല്ലോണം വന്നു ചേരും. ഓക്കെ, സിറ്റുവേഷൻ എങ്ങനെയോ ആയിക്കോട്ടെ, അവർ നിങ്ങളുടെ അടുത്ത് വരുമോ വരാതിരിക്കുമോ, ബട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ.